നമ്മൾ ക്രോണിക് പെന്നി മോഡലാണ് നോക്കാൻ പോകുന്നത്. ഫ്രീ ഇലക്ട്രോൺ മോഡലിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ് എൻഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺ മോഡലിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, അതിന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ നമ്മൾ വൺ ഡയമെൻഷണൽ ഒരു പൊട്ടൻഷ്യൽ വെല്ലായിട്ട് തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ ഡയമെൻഷനിൽ ഒരു പൊട്ടൻഷ്യൽ വെല്ലിനകത്തിരിക്കുന്ന പോലെയാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആൻഡ് ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് തെർമിയോണിക് എമിഷൻ. ഓക്കെ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. ബട്ട് വെർ ഇറ്റ് ഫെയിൽഡ് വാസ് ഗുഡ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. സോ ക്രോണിക് പെന്നി മോഡലിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ആസ് വൺ ഡയമെൻഷണൽ സ്ക്വയർ പൊട്ടൻഷ്യൽ ബട്ട് ഇൻ എ റിപ്പീറ്റഡ് മാനർ. ഈ ഇമേജിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഗ്രാഫിൽ കാണുന്ന പോലെ പൊട്ടൻഷ്യൽ വെല്ല് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടാണ്, ഒരു പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ക്രോണിക് പെന്നി മോഡലിൽ അസ്യൂം ചെയ്യുന്നത്. അതാ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു V0. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രാഫിൽ പറയാം. വലുതാക്കി ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ബാരിയേഴ്സ്. ഇതിനെ പൊട്ടൻഷ്യൽ ബാരിയേഴ്സ് എന്നാണ് പറയുക. കാരണം ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ നമ്മൾ അസ്യൂം ചെയ്തത് ഇങ്ങനെ ഒരു കേസായിരുന്നു. ഇതിൻ്റെ ഡയമെൻഷൻ ആണെങ്കിൽ 0 to L ആണ് നമ്മുടെ ഇതിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ആ മെറ്റലിൻ്റെ ഡയമെൻഷൻ എങ്കിൽ അത് ഫുള്ള് V = 0 ഈ ഒരു ഇതിലാണ്, ഈ ഒരു വെല്ലിനകത്താണ് ഈ ഫുള്ള് ക്രിസ്റ്റൽ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ അതിനിപ്പുറത്തോട്ടേ ഉള്ളൂ പൊട്ടൻഷ്യൽ. V0 വരുന്ന അപ്പുറത്തേ ഉള്ളൂ. V = 0. ഇവിടെ 0 പൊട്ടൻഷ്യലാണ്. അത് ഇവിടെ നിന്ന് ഇവിടം വരെ ഈ ക്രിസ്റ്റലിൻ്റെ ഇങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇതുപോലെ ആയിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ക്രോണിക് പെന്നി മോഡലിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ബാരിയർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ V0 ആകുന്ന ആ ഒരു ബാരിയർ എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു സീറോ എന്ന് A എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് അകലെയാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ബാരിയർ വരുന്നത്. ഈ പൊട്ടൻഷ്യൽ ബാരിയർ ഹാവിങ് എ വിഡ്ത്ത് ഓഫ് സ്മോൾ ലെറ്റർ B ആൻഡ് ഹാവിങ് എ ഹൈറ്റ് ഓഫ് V0. ഇവിടെ V അക്രോസ് X ആണ്, ഡിസ്റ്റൻസ് ആണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ B ആണ്. ദ ഹൈറ്റ് വിൽ ബി V0. ഇവിടെ V = 0 ആണ്. പൊട്ടൻഷ്യൽ 0 പൊട്ടൻഷ്യലാണ് 0 മുതൽ A വരെയുള്ള ഡിസ്റ്റൻസിൽ. ഇവിടെ നിന്ന് A+B വരെ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് വരും? A+B ആണ് കേട്ടോ. ഇവിടെ നിന്ന് 0 മുതൽ ഈ എൻഡ് വരെ A+B ആണ് വരുന്നത്. ആൻഡ് ഇറ്റ് വിൽ പീരിയോഡിക്കലി റിപ്പീറ്റ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും A+B പ്ലസ് ഒരു A ഇവിടെ വരും. അപ്പോൾ 2A+B വരും. എന്താ കറക്റ്റ് ഇതിൻ്റെ പീരീഡ് നെക്സ്റ്റ് പീരീഡിൽ എത്തുമ്പോഴത്തേക്കും 2A + 2B വിൽ ബി 2A+B. ഓക്കെ, അങ്ങനെയാണ് റിപ്പീറ്റഡ് പീരിയോഡിക്കലി ഇത് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നു. ഹാവിങ് എ പീരീഡ് ഓഫ് A+B എന്ന് പറഞ്ഞ പീരീഡാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. എഴുതിയിട്ടുണ്ട്. ദ പീരീഡ് ഓഫ് ദ പൊട്ടൻഷ്യൽ വിൽ ബി A+B. ആൻഡ് അക്കോർഡിംഗ് ടു ദ പീരിയോഡിസിറ്റി വി ക്യാൻ റൈറ്റ് ദാറ്റ് Vx + A = Vx. അതാ നമ്മൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിസിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവർ കാണിച്ചിരിക്കുന്നുള്ളൂ. ഇവിടെ ട്രാൻസ്ലേഷൻ വെക്ടർ A ആണ്. അപ്പോൾ ജനറലായിട്ട് എഴുതുന്ന ഈ ഒരു ടേമാണ് ഈ എഴുതിയിരിക്കുന്നത്. Vx + A = Vx. അതായത് Vxന് എങ്ങനെയാണോ Vx വരുന്നത് അത് A എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് മൂവ് ചെയ്താലും സെയിം ആയിട്ട് തന്നെ വരുള്ളൂ. Vxൻ്റെ ഇതായിട്ടുള്ളൂ. മൾട്ടിപ്പിൾസ് ഓഫ് A 2A 3A എങ്ങനെ പോയാലും ആ ഒരു ടേമിലേക്ക് V(x) എന്ന് പറഞ്ഞ ടേമിലേക്ക് തന്നെ അത് വരുള്ളൂ. ആൻഡ് ഹിയർ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ക്രോണിക് പെന്നി മോഡൽ എടുത്തിരിക്കുന്നത് ട്രാൻസ്ലേഷൻ വെക്ടർ ആയിട്ടുള്ള A+B ആണ് നമ്മുടെ പീരീഡ്. സോ അപ്പോൾ ഇവിടെ എന്ത് വരും? Vx + A+B. ഇവിടെ ട്രാൻസ്ലേഷൻ വെക്ടർ A ആയിരുന്നു, ഇവിടെയാണ് A+B. നമ്മുടെ പീരീഡ് A+B ആണ്. സോ X + A+B എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു V(x). അപ്പോൾ ഓരോ A+B ഡിസ്റ്റൻസ് കഴിയുമ്പോഴും ഇവിടെ നിന്ന് A+B ഡിസ്റ്റൻസ് കഴിയുമ്പോഴും ഇതിൻ്റെ വാല്യൂ V0 തന്നെ ആയിരിക്കും. V(x) തന്നെ ആയിരിക്കും. എല്ലാം V0 ആയിരിക്കും. അവിടെ എഴുതിയില്ല, ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ബി സെയിം റിപ്പീറ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. ഇനി അക്കോർഡിംഗ് ടു ബ്ലോക്ക് തിയറം, നമ്മൾ ബ്ലോക്ക് തിയറം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു PDF ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ബ്ലോക്ക് തിയറം അനുസരിച്ച് നമുക്ക് ഒരു വേവ് ഫംഗ്ഷൻ ψ(x) ഉണ്ട്. അറ്റ് എ പോയിന്റ് A+B ഡിസ്റ്റൻസ്, A+B എന്ന് പറയുന്ന ഡിസ്റ്റൻസിലേക്കാണ് ഈ ഒരു φ(x) എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ നമുക്കുള്ളതെങ്കിൽ അക്കോർഡിംഗ് ടു ബ്ലോക്ക് തിയറം അതിനൊരു ചേഞ്ച് ഉണ്ടാവും. X + A+B എന്ന് പറയുന്നത് ψ(x) ഇൻറ്റു ഒരു
ടേം, ഒരു ഫേസ് ഫാക്ടർ ആയിട്ടുള്ള ഇ റൈസ് ടു ഐ കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് ആകും, ബട്ട് ഒരു ടേം ഇ റൈസ് ടു ഐ കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ ടേം അവിടെ വരും. അത് അക്കോർഡിംഗ് ടു ബ്ലോക്ക് തിയറമാണ്. ബ്ലോക്ക് തിയറത്തിൽ നമ്മൾ പറയുന്നത് psi of x equal to uk of x into e raised to I k x എന്നാണ്. ഇതിപ്പോൾ ആറിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ psi of r is equal to uk r e raised to I k r. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ക്രോണിക് പെന്നിയിൽ ഈ ബ്ലോക്ക് തിയറം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേവ് ഫംഗ്ഷൻ psi of x plus a plus b ആണ്. സോ psi of x into e raised to I k a plus b. അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേം, ഒരു ഫേസ് ഫാക്ടർ ഇ റൈസ് ടു ഐ കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ ടേം, ഇവിടെ പീരിയോഡിസിറ്റി എ പ്ലസ് ബി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് തിയറം വെച്ചിട്ട് ഇങ്ങനെയാണ് ഒരു വേവ് ഫംഗ്ഷന് ട്രാൻസ്ലേഷൻ വരുന്നത്. ആൻഡ് ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഒരു എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, എ പ്ലസ് ബി, അടുത്ത 2 ഇൻറ്റു എ പ്ലസ് ബി, 3 ഇൻറ്റു എ പ്ലസ് ബി, ഞങ്ങൾ മൾട്ടിപ്ലസിലാകുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു പൊട്ടൻഷ്യൽ V0 തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ലെറ്റ്സ് ടേക്ക് ലുക്ക് അറ്റ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ 1 ഡയമെൻഷണൽ കേസിൽ ഇങ്ങനെ വരുന്നത് മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് സൈ ഈക്വൽ ടു ഇ സൈ. ഓക്കെ, ഇതിനെ നമ്മൾ മൈനസ് വെച്ചിട്ടാണ് മൈനസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ഇപ്പോൾ ഫസ്റ്റ് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ തന്നെ ആവും. ആൻഡ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ ഇ മൈനസ് വി എക്സ് എന്ന് വെച്ചാൽ ഈ ഇപ്പുറത്തോട് എടുത്തു, വി മൈനസ് ഇ ആയിരുന്നു, പക്ഷെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് മൈനസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ കൊണ്ടാണ്. സോ അത് ഇ മൈനസ് വി ആവും. ഓക്കെ, വി മൈനസ് ഇ ആയിരുന്നു, ഇവിടെ ഒരു മൈനസ് ഉള്ള കാരണം നമ്മൾ ഇവിടെ നെഗറ്റീവ് മാറ്റിയിട്ട് ഇതിൻ്റെ നെഗറ്റീവ് പുറത്തെടുത്ത് പോസിറ്റീവ് ആക്കി 2m ബൈ എച്ച് ബാർ സ്ക്വയർ. കാരണം മൾട്ടിപ്ലൈ ചെയ്തത് 2m മൈനസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ കൊണ്ടാണ്. ഈ ഒരു നെഗറ്റീവ് സൈൻ ഇവിടെ പോയി പോസിറ്റീവായി, ഇവിടെ തിരിയുകയും ചെയ്തു. ഇ മൈനസ് വി എഫ് എക്സ് ഇൻറ്റു സൈ ഈക്വൽ ടു 0. ആർച്ചസ് നമ്മൾ ഇപ്പുറത്തോടെടുത്തു. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യലിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്, ഏതെങ്കിലും സമയത്ത് റെഫർ ചെയ്യണമെങ്കിൽ. ഓക്കെ, നമ്മളിനി ഒരു റീജിയനായിട്ട് നമ്മളിനെ തിരിക്കുകയാണ്. ഫസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ 0 ടു ഇവിടെ നിന്ന് 0 എന്ന് ഈ ഒരു എ വരെ വരുന്ന ഈ ഒരു 0 ടു എ, അതായത് വി is equal to 0, പൊട്ടൻഷ്യൽ 0 ആയിട്ടുള്ള റീജിയൻ, അതാണ് റീജിയൻ 1. ആൻഡ് ദിസ് റീജിയൻ ഇവിടെ കാണുന്ന ഈ മൈനസ് ബി വരെയുള്ള ഡിസ്റ്റൻസ് ബി ആണ്, നെഗറ്റീവ് സൈഡിലായതുകൊണ്ട് മൈനസ് ബി എന്ന് എടുത്തോളൂ, കൺഫ്യൂസ്ഡ് ആവണ്ട. സോ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് V0 ആണ്, പൊട്ടൻഷ്യൽ V0 ആണ്, ഇവിടെ പൊട്ടൻഷ്യൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് റീജിയൻ ആൻഡ് ദിസ് വൺ ഇസ് സെക്കൻഡ് റീജിയൻ. ഫോർ ദ ഫസ്റ്റ് റീജിയൻ പൊട്ടൻഷ്യൽ V is equal to 0 and for the second region potential is V0. നമ്മളത് പറഞ്ഞു. ഇനി now the wave function അല്ലെങ്കിൽ wave equation for region 1 can be written as region 1ന്റെ ടേംസിൽ എഴുതാം wave equation. അപ്പോൾ എന്ത് സംഭവിക്കും, മാറ്റം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ V is equal to 0 ആണ്. ഇക്വേഷൻ്റെ ഇവിടെ വി എഫ് എക്സ് ഇത് 0 ആയിപ്പോവും. സോ എങ്ങനെ വരും, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ഇ, ഈ ടേം 0 ആയിപ്പോയി, 2m ഇ ബൈ എച്ച് ബാർ സ്ക്വയർ സൈ, ഓക്കെ, ഈക്വൽ ടു 0 ബിക്കോസ് V is equal to 0. ആൻഡ് ഇതിനാ ഈ 2m ഇ ബൈ എച്ച് ബാർ സ്ക്വയർ നമ്മൾ ആൽഫ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പേപ്പറിൽ അത് പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും. അതിലും ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൻ്റെയൊക്കെ ചാപ്റ്ററിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആൽഫ സ്ക്വയറിന് 2m ഇ ബൈ എച്ച് ബാർ സ്ക്വയറിന്. ഓക്കെ, എന്തായാലും ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ നോക്കാം. 2m ഇ ബൈ എച്ച് ബാർ സ്ക്വയറിനെ ആൽഫ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആൻഡ് ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് കൊടുത്തു. ആൻഡ് ആൽഫ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത 2m ഇ ബൈ എച്ച് ബാർ സ്ക്വയർ എന്നതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, now the solution of this wave function can be written as, ഈ ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് റീജിയണിൽ ഈ പറഞ്ഞ ഫസ്റ്റ് റീജിയൺ, അതായത് ഈ റീജിയണിലെ വേവ് ഫംഗ്ഷനാണ് നമ്മൾ അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈൻ്റെ വാല്യൂ, അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റീജിയണിലായതുകൊണ്ട് സഫിക്സ് 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. psi 1 ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ ആൽഫ എക്സ് പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എക്സ്, ആൻഡ് ദിസ് ക്യാൻ ബി termed as equation number 3. ഓക്കെ, ഇത് ഫസ്റ്റ് റീജിയനിലായതുകൊണ്ടാണ് സഫിക്സ് 1 എന്ന് കൊടുത്തേക്കുന്നത്. ആൻഡ് എ ആൻഡ് ബി ആർ ആർബിട്രറി കോൺസ്റ്റൻസ്. ആൻഡ് ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു ഫോമിലേക്ക് വരികയാണ്. അത് വേണമെങ്കിൽ ഹാർമോണിക് ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, എ സൈൻ ആൽഫ എക്സ് പ്ലസ് ബി കോസ് ആൽഫ എക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇവിടെ എക്സ്പോണൻഷ്യൽ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്.
Now the wave equation for equation region 2, നമ്മുടെ റീജിയൻ 2 ഇതാണ് ലെഫ്റ്റ് സൈഡിൽ മൈനസ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നത് ഡിസ്റ്റൻസ് വിത്ത് ബി ആയിട്ട് വരുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ബാരിയർ, അതാണ് റീജിയൻ 2 എന്ന് പറയുന്നത്. ആൻഡ് വേവ് ഇക്വേഷൻ ഫോർ റീജിയൻ 2 എന്ന് പറയുന്നത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ v0 മൈനസ് ഇ സൈ. ഓക്കെ, അത് എന്താ ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് നമ്മൾ നടത്തിയെന്നുള്ളൂ. ഇതായിരുന്നു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. 2m h ബാർ സ്ക്വയർ ഇ മൈനസ് വി, നമ്മളിവിടെ വി മൈനസ് ഇ ആക്കി, അപ്പോൾ നെഗറ്റീവ് ഫ്രണ്ടിൽ വന്നു. ഓക്കെ, ആൻഡ് ഇവിടെ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ വി ഓഫ് എക്സിന് v0 എന്നാണ് കൊടുത്തത്, കാരണം ഇവിടെ എന്താ സെക്കൻഡ് റീജിയനിൽ എന്തായിരുന്നു, സെക്കൻഡ് റീജിയനിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ v0 ആണ്. അപ്പോൾ സെക്കൻഡ് റീജിയനിൽ പൊട്ടൻഷ്യൽ v0 ആയിട്ട് നമ്മൾ കൊടുത്തു. ആൻഡ് ഇവിടെ ഈ ഒരു നെഗറ്റീവ് തിരിക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ദ ഫൈനൈറ്റ് പ്രോബിലിറ്റി ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ദ ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടാവണം, അവിടെ നിന്ന് അടുത്തതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ എനർജി ഇ എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ v0നേക്കാൾ ചെറുതായിരിക്കണം. സോ അതാണ് നമ്മളൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് v0 മൈനസ് ഇ എന്ന് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സൈൻ ഇവിടെ തിരിച്ചു എന്ന് മാത്രം അസ്യൂം ചെയ്താലും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈമിന് നമ്മൾ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. 2m ബൈ എച്ച് ബാർ സ്ക്വയർ v0 മൈനസ് ഇ എന്നുള്ള ടൈമിന് ബീറ്റ സ്ക്വയർ എന്ന് കൊടുത്തു. കണ്ടോ, വേർ ബീറ്റ സ്ക്വയർ ഇസ് 2m ഇൻറ്റു v0 മൈനസ് ഇ ബൈ എച്ച് ബാർ സ്ക്വയർ. ആൻഡ് സൊല്യൂഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, അടുത്ത റീജിയനിലെ ആയതുകൊണ്ട്, സെക്കൻഡ് റീജിയനിലെ ആയതുകൊണ്ട് തന്നെ അതിന് സൈ 2 എന്ന് നമ്മൾ കൊടുത്തു. ആ വേവ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് സൈ 2 ഇസ് ഈക്വൽ ടു അഗെയിൻ സം ആർബിട്രറി കോൺസ്റ്റൻസ് ആയിട്ടുള്ള സിയും ഡിയും യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ബീറ്റയാണ് യൂസ് ചെയ്തിരുന്നത്. സോ സി ഇറേസ് ടു ബീറ്റ എക്സ് പ്ലസ് ഡി ഇറേസ് ടു മൈനസ് ബീറ്റ എക്സ്, ബീറ്റ എക്സും മൈനസ് ബീറ്റ എക്സും വന്നു. ആൻഡ് ഇനി നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കുന്നൊരു സ്റ്റെപ്പാണ് ഇനിയുള്ളത്. ഇക്വേഷന് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കണം. ഇവിടെ നമുക്ക് ഓരോ ഇക്വേഷൻസിലും എ ബി സി ഡി എന്ന 4 കോൺസ്റ്റൻറ്റ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസിൽ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സൈ 1 അറ്റ് എക്സ് ഈക്വൽ ടു 0 വിൽ ബി ഈക്വൽ ടു സൈ 2 അറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് ബൗണ്ടറീസിൽ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് പറയുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ബൗണ്ടറി. ഈ ഒരു എക്സ് ഈക്വൽ ടു 0, ഇത് എക്സ് ആണ്, ഇങ്ങോട്ട് എക്സ് ആണ്, എക്സ് ഡിസ്റ്റൻസ് ആണ്. സോ ഇത് ഈ എക്സ് ഈക്വൽ ടു 0 ആവുന്ന ആ പോയിന്റിൽ ആ ഒരു ബൗണ്ടറി, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ വെല്ല് ഇങ്ങനെ മാറുന്നൊരു ബൗണ്ടറി ഉണ്ട്. ആൻഡ് ദാറ്റ് ബൗണ്ടറി ക്യാൻ ബി ടേംഡ് ആസ് എ ഫസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഫസ്റ്റ് ബൗണ്ടറിയിൽ psi 1 at x equal to 0 will be equal to psi 2 at x equal to 0. And similarly അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും ഇതേപോലെ കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ d psi 1 by dx at x equal to 0 will be equal to d psi 2 by dx into x equal to 0. ഇവിടെ രണ്ട് റീജിയനാണ്, 1 ഉണ്ട്, റീജിയൻ 2 ഉണ്ട്. അപ്പോൾ ബൗണ്ടറിയിൽ ഫസ്റ്റ് റീജിയൻ്റെ വേവ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു സെക്കൻഡ് റീജിയൻ്റെ വേവ് ഫംഗ്ഷൻ അറ്റ് ഈ ബൗണ്ടറിയിൽ. ആൻഡ് സിമിലർലി അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ്. സോ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഇക്വേഷൻ 3 and 4 അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇക്വേഷൻ 3 and ഓക്കെ, ഇത് ഇക്വേഷൻ 3 ആയിരുന്നു, സോറി 3, ഇത് ഇക്വേഷൻ 4 ആയിരുന്നു. ഓക്കെ, അത് ഫസ്റ്റ് വേവ് ഫംഗ്ഷനാണ് psi 1 ആൻഡ് ഇറ്റ് ഇസ് a e raised to i alpha x plus b e raised to minus i alpha x. ആൻഡ് ഇത് d psi 1 by dx equal to i alpha. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തതാണ്, നിങ്ങൾ സ്റ്റെപ്പ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്, നിങ്ങൾ നോക്കിയാൽ മതി. എ റേസ് ടു ഐ ആൽഫ എക്സ് മൈനസ് ഈ മൈനസ് ഫ്രണ്ടിൽ വരും, ഐ ആൽഫ കോഎഫിഷ്യൻറ്റ് ബി ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എക്സ്. ഓക്കെ, സൈ 2വിൻ്റെ സി ഇ റേസ് ടു ബീറ്റ എക്സ് പ്ലസ് ഡി ഇ റേസ് ടു മൈനസ് ബീറ്റ എക്സ് ആണ്, അതായിരുന്നു ഇക്വേഷൻ നമ്പർ 4. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോഴത്തേക്കും ബീറ്റ സി റേസ് ടു ബീറ്റ എക്സ് മൈനസ് ബീറ്റ ഡി റേസ് ടു മൈനസ് ബീറ്റ എക്സ്. ഇനി ഇത് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. psi 1 at x equal to 0. അപ്പോൾ ഇതിന് 0 കൊടുക്കണം, എക്സിന് 0 കൊടുക്കണം. ഫസ്റ്റ് psi 1 at x equal to 0, ഈ ടൈം 0 കൊടുക്കണം, 0 കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു 0 1 ആയിട്ട് വരും. സോ നിങ്ങൾക്ക് എ പ്ലസ് ബി എന്ന് മാത്രം അവിടെ കിട്ടും, എ പ്ലസ് ബി. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു psi 2 at x equal to 0. psi 2 at x equal to 0 ഇവിടെ അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ടേം പോവും, സി പ്ലസ് ഡി മാത്രം വരും. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി. ആൻഡ് അത് എൽ എച്ച് എസിലേക്ക് എടുക്കുമ്പോൾ എ പ്ലസ് ബി മൈനസ് സി മൈനസ് ഡി ഈക്വൽ ടു 0. അതാണ് ഇക്വേഷൻ നമ്പർ 5. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മളൊരു
മെട്രിക്സ് ഒക്കെ വരയ്ക്കുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് ഇക്വേഷനാണ് a + b - c - d = 0. ആൻഡ് സിമിലർലി ഇതിൻ്റെ ഡെറിവേറ്റീവ് ടേംസ് നമുക്ക് എടുക്കാനുണ്ട്. ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഒന്നുകൂടെ എഴുതാം. i alpha a = - i alpha b = beta c - beta d. അതിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം എടുത്താണ്. ഓക്കെ, അതാ ഫസ്റ്റ് ഇതിൻ്റെ എയുടെ ടേം ഉണ്ട്. സെക്കൻഡ് d side 2ൻ്റെ x = 0. ഒരു രണ്ടിലും എക്സിന് 0 കൊടുക്കണം. സോ ഇവിടെ ഈ എ ടൈമിൽ x = 0 കൊടുക്കുമ്പോഴത്തേക്കും അത് പോവും. ഇവിടെയും എക്സ്പോണൻഷ്യൽ ടേംസ് ഒക്കെ പോവും. ബാക്കി ഇങ്ങനെ കിട്ടും. i alpha a - i alpha b = beta c - beta d. അത് രണ്ടും ഈക്വൽ ആണല്ലോ. സോ അത് LHSലേക്ക് എടുക്കുന്നു. i alpha a - i alpha b - beta c + beta d = 0 and it can be termed as equation number 6. ആൻഡ് വേറൊരു ബൗണ്ടറി നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ബൗണ്ടറി ഈസ് ദിസ് വൺ, x = a. ഈ ഒരു a എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ വരുന്ന ഈ ഫസ്റ്റ് ബൗണ്ടറി, ഈ ഒരു ബൗണ്ടറി നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് ബൗണ്ടറി. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ പീരിയോഡിക്കൽ റിപ്പീറ്റേഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ ബ്ലോക്ക് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് അറ്റ് ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഒരു ഫസ്റ്റ് ബൗണ്ടറി ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ആ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും എല്ലാ റിപ്പീറ്റേഷൻസിലും. ഇവിടെയൊക്കെ സെയിം പൊട്ടൻഷ്യൽ V0 അത് തന്നെ ആയിരിക്കും. പക്ഷേ ബ്ലോക്ക് തിയറം പറഞ്ഞതിൽ എന്തായിരുന്നു, ഒരു ചെറിയൊരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു റീജിയണിനെ നമ്മൾ റീജിയൻ 3 എന്ന് പേര് കൊടുക്കുകയാണ്. ഈ ഒരു നമുക്ക് ബൗണ്ടറി കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ 2നും 3നും ഇടയ്ക്കുള്ള ബൗണ്ടറിയാണ് ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞത്. അറ്റ് എ എന്ന് പറഞ്ഞാൽ x = a എന്ന് പറഞ്ഞത് 2നും 3നും ഇടയ്ക്കുള്ള 1നും 3നും ഇടയ്ക്കുള്ള ബൗണ്ടറീസാണ്. 1നും 3 ആണ് കേട്ടോ, തെറ്റിപ്പോലെ. 1നും 3നും ഇടയ്ക്കുള്ള ബൗണ്ടറിയാണ് x = a. ആൻഡ് അത് നമ്മൾ എഴുതുമ്പോഴത്തേക്കും ബൗണ്ടറി അറ്റ് x = a അതിൽ കണ്ടിന്യൂറ്റി വരുമ്പോഴത്തേക്കും ഇക്വേഷൻ ഈക്വൽ ടു സൈനിൽ എഴുതുന്നത് psi1 at x = a will be equal to psi3 at x = a. psi1 ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ psi1 will be equal to psi3 at x = a. psi3 at x = a എന്ന് പറയുന്നതിന് ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ആൻഡ് അത് ബ്ലോക്ക് തിയറം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബ്ലോക്ക് തിയറത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് ആണല്ലോ. സോ ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദിസ് ബൗണ്ടറി. ഈ ഒരു -b എന്ന് പറഞ്ഞ ഈ പോർഷനിൽ വരുന്ന ഈ ഒരു വിഡ്ത്താണ് കേട്ടോ എൻ്റെ 0 to b. നെഗറ്റീവ് സൈഡിലായതുകൊണ്ടാണ് -b വന്നത്. ആൻഡ് ആ ഒരു ബൗണ്ടറി ആയിട്ട് ഇക്വലൻ്റ് ആണ്. ഓൾസോ ഇറ്റ് ഇസ് ഈക്വലൻ ടു ദിസ് ബൗണ്ടറി ആൻഡ് ദിസ് ബൗണ്ടറി, എല്ലാത്തിനോടും സെയിം ആണ്. സോ എന്താ ഒരു മാറ്റം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു ഡിസ്റ്റൻസ് ഇവിടെ ട്രാവൽ ചെയ്തു. ഓക്കെ, b, ഈ ഡിസ്റ്റൻസ് b, ഇവിടെ ഈ ഡിസ്റ്റൻസ് a. സോ a + b എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ടോട്ടൽ ഓഫ് ഒരു a + b ഡിസ്റ്റൻസ് അവിടെ ട്രാവൽ ചെയ്തു. സോ a + b ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കും, ബ്ലോക്ക് തിയറം അനുസരിച്ച് ഈ വേവ് ഫംഗ്ഷൻ എഴുതും. ഇത് സെക്കൻഡ് ഇതിലെ വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ട് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ എ ഫേസ് ഫാക്ടർ e⁻ik ഇൻറ്റു ട്രാൻസ്ലേഷൻ വെക്ടർ, അഥവാ ആ ഒരു പീരീഡ് ik ഇൻറ്റു a + b. ഓക്കെ, നമ്മൾ എന്താ എഴുതുക, അപ്പോൾ psi1 at x = a വിൽ ബി ഈക്വൽ ടു psi2 ഇവിടുത്തെ ഈ psi2 ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ്റെ ടേം അറ്റ് x = -b. എവിടെയാണ് അവിടെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് x = -bയിലാണ് കേട്ടോ. സോ അവിടെ ബൗണ്ടറി എഴുതുമ്പോൾ x = -b. ആ ബൗണ്ടറിയിലേക്ക് നമ്മൾ മാറി, സെയിം ബൗണ്ടറി തന്നെയാണ്, പക്ഷേ എന്താ സംഭവിക്കുക, മൾട്ടിപ്ലൈഡ് ബൈ എ ടേം e⁻ik ഇൻറ്റു a + b. സോ ഇങ്ങനെ വരും. നൗ ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഈ ബൗണ്ടറി അപ്ലൈ ചെയ്യാണ്. അതായത് x = a എന്ന് പറഞ്ഞത് നമ്മൾ അവിടെ കൊടുക്കുന്നു. നമ്മൾ ഏതിലാ ഫസ്റ്റത്തെ ഇക്വേഷനിലും ഇതിലും psi1ൻ്റെ കേസിലും psi3യുടെ കേസിലും, അതായത് നമ്മളിവിടെ psi2ൻ്റെ കേസ് എടുക്കുന്നത്. ഓക്കെ, psi1 at x = a എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ a⁻i alpha x വരെ a വരും, b⁻− i alpha x വരെ a വരും. സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. a⁻i alpha + b⁻− i alpha a ഈക്വൽ ടു എന്താ, ഈ ഒരു ടേം ഉണ്ട്, ഫേസ് ഫാക്ടർ ഉണ്ട്, e⁻ik ഇൻറ്റു a + b മൾട്ടിപ്ലൈഡ് ബൈ ഏതാ c ഇവിടെ സെക്കൻഡ് വേവ് ഫംഗ്ഷനാണ് കേട്ടോ. psi2ൻ്റെ അറ്റ് x = -b ആയിരുന്നു നമ്മളിവിടെ എഴുതിയത്. x = -b ആണ്. psi2 at x = -b ഈ ബൗണ്ടറിക്ക് ഇക്വലൻ്റ് ആണ്. അറ്റ് x = a എന്ന് പറയുന്ന ഈ ഒരു ബൗണ്ടറിക്ക് ഇക്വലൻ്റ് ആണ് -b എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി. ബട്ട്
ഒരു ഫേസ് ഫാക്ടർ അവിടെ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് ബ്ലോക്ക് തിയറം വെച്ചിട്ടാണ്. സോ അറ്റ് സൈറ്റ് 2 അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് ബി ആണ് എഴുതേണ്ടത്, എ അല്ല മൈനസ് ബി ആണ്. സോ ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സി ഇ റേസ് ടു മൈനസ് ബീറ്റ ബിയും പ്ലസ് ഡി ഇ റേസ് ടു ബീറ്റ ബി, കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, നമ്മൾ മൈനസ് ബി ആണ് ഇടുന്നത്. സോ ഇവിടെ പ്ലസ് ബീറ്റ എക്സ് ആയിരുന്നു, അത് മൈനസ് ബീറ്റ ബി ആയി. ഇവിടെ മൈനസ് ബീറ്റ എക്സ് ആയിരുന്നു, ഇവിടെ മൈനസ് ബി വന്നപ്പോൾ അത് പ്ലസ് ബീറ്റ ബി ആയി. ഓക്കെ, അതിനി നമ്മൾ ഇങ്ങോട്ട് ഒന്നിച്ചെഴുതിയാണ്. ഈ ഒരു ആർ എച്ച് എസിലുള്ള ഇ റേസ് ടു ഐ കെ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഈ ഒരു ടേമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് മൈനസ് ഐ കെ ഇൻറ്റു എ പ്ലസ് ബി ആവും. എന്നിട്ട് കോമൺ എടുക്കുകയാണ്. അതാ ഫസ്റ്റ് ടേമിലേക്ക് ഇത് മൾട്ടിപ്ലൈഡ് ബൈ ഫസ്റ്റ് ടേം വന്ന് വിചാരിക്കാം. അതിനകത്ത് കോമൺ എടുത്തു. എ റേസ് ടു ഐ ഇൻറ്റു ആൽഫ എ മൈനസ് ഐ കെ എ പ്ലസ് ബി, അതിൽ ഐ വെളിയിലെടുത്തു, ആൽഫ എ മൈനസ് കെ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ഈ ടൈമിലേക്ക് വരുമ്പോൾ ഇപ്പുറത്തേക്കും ഇത് മൈനസ് ആയി. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പം കോമൺ മൈനസ് ഐ വെളിയിലെടുത്തു, ആൽഫ എ, അപ്പോൾ ഇവിടെ എന്താവും പ്ലസ് ആവും, കെ ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, മൈനസ് ഈ ടൈമിന് നമ്മളെല്ലാം ഇപ്പുറത്തോട്ട് എടുക്കുകയാണ്. മൈനസ് സി ഇ റേസ് ടു മൈനസ് ബീറ്റ ബി മൈനസ് ഡി ഇ റേസ് ടു ബീറ്റ ബി, ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് ഇക്വേഷൻ നമ്പർ 7. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് ടേംസ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ടേംസ് എടുക്കുമ്പോഴത്തേക്കും സിമിലർലി അതുപോലെ തന്നെയാണ്. ഡി സൈ 1 ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആണ്, പക്ഷേ ഇപ്പുറത്ത് എടുക്കുന്ന ഏതാ ഡി സൈ 2 ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് ബി ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെയും ആ ഒരു ടേമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഇ റേസ് ടു ഐ കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ, കാരണം ബ്ലോക്ക് തിയറം വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ഓക്കെ, അതിൽ നമ്മൾ എ അപ്ലൈ ചെയ്തു. അതിൻ്റെ ഡെറിവേറ്റീവ് സ്റ്റെപ്പിൽ എ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഐ ആൽഫ എ ഇ റേസ് ടു ഐ ആൽഫ എ മൈനസ് ഐ ആൽഫ ബി ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എ ഈക്വൽ ടു ഈ ഒരു ടേം ഉണ്ട്. ആൻഡ് നമ്മൾ മൈനസ് ബി ആണ്, എക്സിന് പകരം മൈനസ് ബി ആണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു ടൈം സൈറ്റ് 2ൻ്റെ ടൈമിൽ മൈനസ് ബി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ മൈനസ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഒരു മൈനസ് ഫ്രണ്ടി വരും, ബീറ്റ സി റേസ് ടു മൈനസ് ബീറ്റ ബി ഇറ്റ്സെൽഫ് അതുപോലെ തന്നെ നടക്കും. എക്സ്പോണൻഷ്യൽ ടൈമിൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ ഒരു ബീറ്റ ഡി ഇ റേസ് ടു ബീറ്റ ബി, കാരണം ഇവിടെ മൈനസ് ബീറ്റ ആണ് വരുന്നത്. നമ്മളവിടെ നിങ്ങൾ നേരത്തെ സിമ്പിൾ നോട്ട്സിൽ ഉള്ള ഇത് നോക്കിയാൽ മതി. വേവ് ഫംഗ്ഷൻ ഓഫ് സൈറ്റ് 2ൻ്റെ മൈനസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ ഒരു നോക്കിയാൽ മതി. ഓക്കെ, ഇനി അത് റീഅറേഞ്ചിങ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത പോലെ തന്നെ ഇതെല്ലാം ഈ ഒരു ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കോമൺ എടുക്കുകയാണ്. ഐ ആൽഫ എ ഇൻറ്റു ഇ റേസ് ടു ഐ കോമൺ എടുത്ത് ആൽഫ എ മൈനസ് കെ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ഐ ആൽഫ ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എ. ഇവിടെ ഒരു പ്ലസ്, ഇവിടെ പോസിറ്റീവ് സൈൻ വരും, കോമൺ ആയിട്ടാണ് മൈനസ് ഐ എടുത്തത്. ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും മൈനസ് ആവുമല്ലോ. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ മൈനസ് ഐ വെള്ളം എടുത്തു, അകത്ത് പോസിറ്റീവ് വരും. ആൻഡ് അത് ഈ ഒരു ടൈം ഐ മൈനസ് ഐ ഇൻറ്റു കോമൺ ആൽഫ എ പ്ലസ് കെ ഇൻറ്റു എ പ്ലസ് ബി വരും. പ്ലസ് ഈ ഒരു ടൈമിന് രണ്ടിനെയും ഇപ്പുറത്തേക്ക് എടുത്തു, എൽ എസ് എസിലേക്ക് എടുത്തു. ആൻഡ് ബീറ്റ സി റേസ് ടു ഇവിടെ മൈനസ് ആയിരുന്നു, പ്ലസ് ആയി, സി റേസ് ടു മൈനസ് ബീറ്റ ബി ഇവിടെ പ്ലസ് ആയിരുന്നു, മൈനസ് ആയി, മൈനസ് ബീറ്റ ഡി റേസ് ടു ബീറ്റ ബി ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് ഇക്വേഷൻ നമ്പർ 8. സോ നമുക്കിപ്പോൾ 4 അൺനോൺ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള എ ബി സി ഡി ഉണ്ട്. ആൻഡ് നമുക്ക് 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇക്വേഷൻ 5 6 7 8. ഓക്കെ, ഇത് നമുക്കൊരു ഫോമിലേക്ക് എഴുതാൻ പറ്റും. അതായത് ഒരു കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സ് ഉണ്ടാക്കുക, പിന്നെ എ ബി സി ഡി ഇങ്ങനൊരു മെട്രിക്സ് ഉണ്ടാക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ദ കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമുക്ക് 5 6 7 8 എന്ന് പറഞ്ഞ ഇക്വേഷൻസിൻ്റെ എയുടെയും ബിയുടെയും സിയുടെയും കോഎഫിഷ്യൻസിനെ വേണം. അപ്പോൾ അതിന് എഴുതിയിട്ടുണ്ട്, ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തായിപ്പോയി, അതുകൊണ്ട് എല്ലാം ഒന്ന് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എയുടെയും ഇപ്പോൾ ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് എയുടെ 1, എല്ലാത്തിൻ്റെയും 1, സിയുടെയും ഡിയുടെയും -1 വരും. ഓക്കെ, ആൻഡ് ഇപ്പുറത്ത് നോക്കുക, അത് ഐ ആൽഫ വരും, മൈനസ് ഐ ആൽഫ വരും, മൈനസ് ബീറ്റ വരും, ബീറ്റ വരും. ഇവിടെ ഈ ഒരു ടേം എക്സ്പോണൻഷ്യൽ ടേം വരും, ഇവിടെ ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം വരും, ഇവിടെ മൈനസ് എക്സ്പോണൻഷ്യൽ ടേം വരും, ഇവിടെ മൈനസ് എക്സ്പോണൻഷ്യൽ ടേം വരും. സോ ഇവിടെ അതുപോലെ തന്നെയാണ്. ഇത് ഫസ്റ്റ് എയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പോണൻഷ്യൽ ടൈമും ഐ ആൽഫയും കൂടെ വരും. ഇവിടെ നെഗറ്റീവ് ഐ ആൽഫയും ഈ ഒരു എക്സ്പോണൻഷ്യൽ ടൈം വരും. സിമിലർലി ഇവിടെ ബീറ്റ എക്സ്പോണൻഷ്യൽ ടൈം, ഡിയുടെ കോഎഫിഷ്യൻ്റ് മൈനസ് ബീറ്റ ഇയുടെ ഇ റേസ് ടു ബീറ്റ ബി. സോ അത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതുപോലെ വരും. ഓക്കെ, മെട്രിക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയതാണ്.
ഓക്കെ, ആൻഡ് ബി ഈക്വൽ ടു 0. ആൻഡ് ഈ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കോസ് കെ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 2 ആൽഫ ബീറ്റ സൈൻ ആൽഫ എ സൈൻ എച്ച് ബീറ്റ ബി പ്ലസ് കോസ് ആൽഫ എ മൾട്ടിപ്ലൈഡ് ബൈ കോസ് എച്ച് ബീറ്റ ബി. അതിൻ്റെ സൊല്യൂഷനാണ് അങ്ങനെ, ഡയറക്റ്റായിട്ട് അതുപോലെ തന്നെ പഠിക്കാം. ഇത് ഒരു ഹാർമോണിക് ടേമാണ്, എച്ച് വരുന്നത് ഹൈപ്പർബോളിക് ടേമാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്കുണ്ട് കോസ് കെ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു ബീറ്റ സ്ക്വയർ ബൈ ബീറ്റ ആണ്, ബി അല്ല ബീറ്റയാണ്. ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 2 ആൽഫ ബീറ്റ സൈൻ ആൽഫ എ സൈൻ എച്ച് ബീറ്റ ബി പ്ലസ് കോസ് ആൽഫ എ കോസ് എച്ച് ബീറ്റ ബി. ആൻഡ് ക്രോണിക് പെന്നി അസ്യൂം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ V0b എന്ന് പറയുന്നത് ഒരു ഇൻഫൈനറ്റ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു റീജിയനിൽ നിന്ന് അടുത്ത റീജിയനിലേക്ക് ഒരു ടണലിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പെനട്രേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. V0b എന്ന് പറഞ്ഞാൽ ഈ V0ൻ്റെ ഹൈറ്റും ഈ V0ൻ്റെ ഹൈറ്റ്, ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത്, ഈ ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ. അപ്പോൾ അതിന് പറയുന്നത് ബാരിയർ സ്ട്രെങ്ത് എന്നാണ്. V0b എന്ന് പറഞ്ഞാൽ V0 മൾട്ടിപ്ലൈഡ് ബൈ ബി, ആ ഒരു ടൈമിന് V0b എന്ന് വിളിക്കുന്നത് ബാരിയർ സ്ട്രെങ്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആകണം. ഫൈനൈറ്റ് വാല്യൂ ആയാൽ മാത്രമേ ഈ ഒരു ടണലിംഗ് എഫക്റ്റ് അടുത്ത റീജിയനിലേക്ക് ഇത് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി കൺഫൈൻഡ് ഇൻസൈഡ് ദാറ്റ് ഫസ്റ്റ് റീജിയൻ. ഇലക്ട്രോൺ അല്ലെങ്കിൽ ഏത് പാർട്ടിക്കിൾ ആയാലും അവിടെ ഇലക്ട്രോണാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു ഫൈനൈറ്റ് അല്ല എങ്കിൽ ഇവിടെ കൺഫൈൻ ആയി പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനൈറ്റ് ആകണമെങ്കിൽ V0 ഗ്രേറ്ററും ബി ചെറുതുമായിരിക്കണം. ഇതിൻ്റെ ഹൈറ്റ് കൂടുതലും ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് അതിൻ്റെ കുറവായിരിക്കണം. സോ നമ്മൾ വളരെ കുറവാണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ദാറ്റ് ബീറ്റ ടെൻസ് ടു 0. ബീറ്റ ടെൻസ് 0 ആണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരും. ചെറിയ മാറ്റം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ ചെറിയ മാറ്റമാണ് വരുന്നത്. സൈൻ എച്ച് ബീറ്റ ബി എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു ബീറ്റ ബി, ആൻഡ് കോസ് എച്ച് ബീറ്റ ബി വിൽ ബി ഈക്വൽ ടു 1, നിയർലി ഈക്വൽ ടു 1. സോ അപ്പോൾ എന്ത് സംഭവിക്കുക, ഇവിടെ B0 ആണ്, അത് 0 ആയി പോവും. അതായത് കോസ് കെ എ പിന്നെ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 2 ആൽഫ ബീറ്റ, ഈ ഒരു ടേം ബീറ്റ ബി എന്ന് മാത്രമാകും. ആൻഡ് ദിസ് ടേം വിൽ ബി 1. അപ്പോൾ എന്ത് വരും, കോസ് കെ എ ഈക്വൽ ടു ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 2 ആൽഫ ബീറ്റ ബി സൈൻ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ. ഇത് ബീറ്റയും കട്ടായി പോയി. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു എ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും അടുത്തൊരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. കോസ് കെ എ ഓതാ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ എ ബി, ഒരു എ മുകളിലിട്ടു, എ ബി ഡിവൈഡ് ബൈ 2, അവിടെ ഉണ്ടായിരുന്ന 2 ആണ്. എന്നിട്ട് ഇങ്ങനെയാക്കി സൈൻ ആൽഫ എ ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ. ഓക്കെ, റീഅറേഞ്ച്മെൻ്റ് ആണ്, നോക്കിയാൽ മതി. ആൻഡ് ദിസ് ടേം, ഈ ഒരു ടേമിന് ആദ്യത്തെ ഈ ഒരു കോഫിഷ്യൻ ടേമിനെ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. പി ഈസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ എ ബി ബൈ 2. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലേക്ക് എഴുതി കോസ് കെ എ ഈക്വൽ ടു പി സൈൻ ആൽഫ എ ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തിട്ടുണ്ട്, നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി വേറെ കാര്യം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീറ്റ സ്ക്വയറും ആൽഫ സ്ക്വയറും രണ്ട് വാല്യൂസ്. ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2m ബൈ എച്ച് ബാർ സ്ക്വയർ V0 മൈനസ് ഇ, ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2me ബൈ എച്ച് ബാർ സ്ക്വയർ, ആൻഡ് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ നമുക്ക് എടുത്ത് നോക്കാം. 2m ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു V0 മൈനസ് 2e. ഓക്കെ, മാത്തമാറ്റിക്കലാണ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് V0 വളരെ കൂടുതലും ബി വളരെ കുറവെന്നാണ്. സോ V0 ഇനേക്കാളൊക്കെ കൂടുതലാണ്. V0 അത്രയും കൂടുതലാകുമ്പോഴത്തേക്കും ഈ 2eയുടെ എഫക്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് V0 നിയർലി ഈക്വൽ ടു V0 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ടേം ഇതില്ല, ഇത് V0 ആയിട്ട് വരും. 2m V0 ബൈ എച്ച് ബാർ സ്ക്വയർ, ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2m ബൈ V0 ബൈ എച്ച് ബാർ സ്ക്വയർ. ഓക്കെ, അത് നമ്മളിവിടെ ഇടുകയാണ്. ഈ ഒരു ടൈമിന് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയറിന് അതിവിടെ കൊടുക്കുകയാണ് 2m V0 ബൈ എച്ച് ബാർ സ്ക്വയർ. അപ്പോൾ താഴത്തൊരു 2 ഉണ്ടായിരുന്നു, ഈ 2, ആ 2 മുകളിൽ 2 കട്ട് ചെയ്ത് പോകും. ഇവിടെ ഒരു എ ബി ഉണ്ട്, എ ബി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു V0b. ഇതൊന്നിച്ചാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. V0b ഇൻറ്റു എ ബൈ എച്ച് ബാർ സ്ക്വയർ. ആൻഡ് V0b എന്ന് പറയുന്നത് ബാരിയർ സ്ട്രെങ്ത് ആണ്. ഈ ടോട്ടൽ പി എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് പവറാണ്, ഇതിൻ്റെ സ്കാറ്ററിംഗ് പവർ ഓഫ് ദാറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റലിൻ്റെ സ്കാറ്ററിംഗ് പവറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് എക്സ്ട്രീം കേസസ് നോക്കാം. V0b ആസ് ഇൻഫൈനൈറ്റ്, നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ടേം പറയുകയാണ്. ഇൻഫൈനൈറ്റ് ആകണമെങ്കിൽ V0 കൂടുതലും ബിയും കൂടുതലായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ പെനട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൽ കനോട്ട് പെനട്രേറ്റ് ആണ്. നെക്സ്റ്റ് റീജിയനിലേക്ക് നമുക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺഫൈൻഡ് ഇൻസൈഡ് ദ റീജിയൻ. ഓക്കെ, അതൊരു കൺഫൈൻഡ് ആയിട്ട് വരും. ആൻഡ് ഹാവിങ് വിഡ്ത്ത് എ, ഒരു എ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഡ്ത്തിൽ മാത്രം അത് കൺഫൈൻഡ് ആയിട്ട് വരും. എ എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഡയമെൻഷനിലുള്ള വിഡ്ത്തിലേക്ക് അത് കൺഫൈൻഡ് ആയിട്ട് നിൽക്കും. ആൻഡ് V0b ഇൻഫൈനൈറ്റ് ആവണമെങ്കിൽ P ഇൻഫിനിറ്റി ആവണം.
അതായത് ഇതാ ഇവിടെ പി ഇൻഫിനിറ്റി ആവണമെങ്കിൽ എന്താ സൈൻ ആൽഫ 0 ആകണം. ഓക്കെ, സൈൻ ആൽഫ 0 ആയി കഴിഞ്ഞാലാണ് പി ഇൻഫിനിറ്റി ആവുന്നത്. ഇത് സൈൻ ആൽഫ എ 0 ആവണമെന്ന് പറഞ്ഞാൽ ആൽഫ എ ഈക്വൽ ടു 2n പൈ ആവണം. പൈയുടെ മൾട്ടിപ്പിൾസ് ആവണം. ഓക്കെ, 1/8 സൈൻ പൈ 0 ആണല്ലോ. ഓക്കെ, അപ്പോൾ എൻ പൈ മൾട്ടിപ്പിൾസും 0 ആണ്. സോ n ഈക്വൽ ടു 1 2 3 ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു n പൈ ബൈ എ. റീഅറേഞ്ച് ചെയ്താണ്. ആൽഫ എന്ന് പറഞ്ഞാൽ n പൈ ബൈ എ ഇപ്പുറത്ത് തോന്നുന്നു. ആൻഡ് വി ഹാവ്, നമുക്കറിയാം ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m e ബൈ h ബാർ സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ എഴുതുമ്പോൾ എന്ത് വരും? h ബാർ സ്ക്വയർ ബൈ h ബാർ സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ 2m. ഓക്കെ, അത് നമ്മൾ നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാണ്. ഈ ഈസ് ഈക്വൽ ടു h ബാർ സ്ക്വയർ ബൈ 2m ഇൻറ്റു ആൽഫ സ്ക്വയറിന്, ഈ ഒരു ആൽഫ സ്ക്വയറിന് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ആൽഫ ഇവിടെ ഉണ്ട്. സോ n സ്ക്വയർ പൈ സ്ക്വയർ എ സ്ക്വയർ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ഒരുമിച്ച് എഴുതുകയാണ്. ഈസ് ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ h ബാർ സ്ക്വയർ ബൈ 2m എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ ദ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടത്. 5th സെമ്മിൽ ഉണ്ടായിരുന്നു പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഉണ്ടായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, കൺഫൈൻഡ് ഇൻ എ ബോക്സ്, ആ ഒരു ഇക്വേഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി എക്സ്പ്രഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു എക്സ്ട്രീം കേസ് എന്ന് പറഞ്ഞാൽ V0b നിയർലി ഈക്വൽ ടു 0. അപ്പോൾ V0b നിയർലി ഈക്വൽ ടു 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ E വിൽ ബി വെരി ഗ്രേറ്റർ ദാൻ V0 and it will behave like a free particle. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ പറഞ്ഞ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈക്വൽ ടു ഫ്രീ പാർട്ടിക്കിൾ, ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ അതുപോലെ ആവും. ഇത് 0 ആണെങ്കിൽ, നിയർലി ഈക്വൽ ടു 0 ആണെങ്കിൽ P ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് V0b 0 ആയി കഴിഞ്ഞാൽ P ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഓൾറെഡി ഇവിടെ നമുക്കറിയാം V0b പിയുടെ ടൈമിലുണ്ട്. സോ P 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? കോസ് കെ വിൽ ബി കോസ് ആൽഫ എ. ഓക്കെ, നമുക്കിവിടെ നോക്കാം. P is equal to 0. ഇത് 0 ആകുമ്പോൾ ഈ ടേം 0 ആയി പോകും. സോ കോസ് കെ വിൽ ബി കോസ് ആൽഫ എ. ഓക്കെ, അപ്പോൾ കെ എ വിൽ ബി ഈക്വൽ ടു ആൽഫ എ. ദറ്റ് മീൻസ് ആൽഫ ഇസ് ഈക്വൽ ടു കെ. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? ഈസ് ഈക്വൽ ടു h ബാർ സ്ക്വയർ കെ സ്ക്വയർ ബൈ 2m. എനർജി ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ ഇസ് ഈ പ്രൊപ്പോർഷണൽ ടു കെ സ്ക്വയർ. ഇവിടെ h ബാർ സ്ക്വയറും 2m കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു കെ സ്ക്വയർ. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ കെ ആണല്ലോ. സോ അപ്പോൾ ഈ ഇക്വേഷനിൽ കെ സ്ക്വയർ വന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് എക്സ്ട്രീം കേസസ് നോക്കി. ഇനി ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ഗ്രാഫ് ഞാൻ വരച്ചാണ്. കുറച്ച് നീറ്റ്നെസ് കുറവുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫ് ഞാൻ അല്ലാത്ത ഇമേജ് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ വേരിയേഷൻ നോക്കാം. നമ്മുടെ പി സൈൻ ആൽഫ ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം ക്രോസ് ആൽഫ എ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 0 ആകുമ്പോഴത്തേക്കും, ആൽഫ എ 0 ആകുമ്പോഴത്തേക്കും ഇത് 0 ആവും, ഇത് 1 ആവും. മാക്സിമം ഇത് മാക്സിമം ആവും, ഫസ്റ്റ് ടേം മാക്സിമം. അപ്പോൾ അത് മാക്സിമം ആയിട്ട് വരച്ചിരിക്കുന്നുള്ളൂ. പക്ഷേ അലൗഡ് ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ +1നും -1നും ഇടയ്ക്കാണ്. കാരണം കോസ് കെയുടെ മാക്സിമം വാല്യൂ +1ഉം -1ഉം ആണ്. സോ അതിനിടയ്ക്കുള്ള റീജിയൻസ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ അത് നോക്കാം. ബാക്കി ഇങ്ങോട്ടെല്ലാം വരച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും വരച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പോർഷൻ നോക്കാം. ഇത് എവിടെയാണ് ഈ ഒരു വേവിൽ നിന്ന് നമുക്ക് എക്സാക്സിലേക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈ എന്ന് പറഞ്ഞ ഇതിലാണ്. ആൽഫ എ ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ അത് നോക്കാം. ആൽഫ എ പൈ ആകുന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആകും, കോസ് പൈ എന്ന് വെച്ചാൽ -1 വരും. അതായിട്ട് ഇതിവിടെ ഈ ഒരു -1ലേക്ക് വന്നു, മാക്സിമം ആണ്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് കേട്ടോ. ഞാൻ ബാക്കി റീജിയൻസ് കൂടെ വരച്ചിട്ടുണ്ട്. എന്തായാലും ഇതാണ് ആദ്യം വരയ്ക്കേണ്ടത്. ഈ റീജിയൻസ് ഈ ബാർ ചെയ്തിരിക്കുന്നത് രണ്ടാമത് വരയ്ക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഓൾറെഡി മൊത്തം വരച്ച് പോയതുകൊണ്ടാണ്. ഓക്കെ, ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ വേവിലേക്ക് എത്തുന്ന മാക്സിമം വാല്യൂ എത്തുന്നത് 2π വരുമ്പോഴത്തേക്കും സംഭവിക്കും. സൈൻ 2π 0 ആയി പോകും, കോസ് 2π 1 വരും, മാക്സിമം 1. സിമിലർലി ഇത് 3π 4π ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ അത് വരച്ചിട്ടില്ല, ഈ ബാർഡ് വരച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി. ഇത് നെഗറ്റീവ് വരുമെന്നുള്ളൂ. -π വരും, -2π വരും, -3π വരും. സിമിലർലി അങ്ങ് -4πയിലേക്ക് പോകും. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഈ ഒരു ഇക്വേഷനിലാണ് ആൽഫ എ ഈക്വൽ ടു പൈ ഇട്ട് കൊടുക്കുമ്പോഴും 2π ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് മാക്സിമം വാല്യൂസും മിനിമം വാല്യൂസും വരുന്നത്. അത് -1ഉം +1ഉം -1ഉം +1ഉം ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്നത് കോസ് ആൽഫയുടെയിലാണ്. മറ്റത് പൈയുടെ മൾട്ടിപ്പിൾസ് ഒക്കെ 0 ആണ്. സോ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അലൗഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലാണ്. ബാക്കി ഇതൊന്നും അലൗഡ് അല്ല. ഇവിടെയൊന്നും ഇതില്ല. +1 to -1ൽ ഈ ഒരു വേവ് ഇവിടെ ഇല്ല. സോ ഈ ഒരു പോർഷൻസിൽ മാത്രമേ ഇത് അലൗഡ് ആയിട്ടുള്ളൂ. ആൻഡ് ഇവിടെ
ഈ ഒരു പോർഷനിലും അലൗഡ് ആയിട്ടുണ്ട്, ഈ ഒരു പോർഷനിലും അലൗഡ് ആയിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ ഫോർബിഡൻ ഗ്യാപ്പാണ്, ചിലപ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് അലൗഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും വരും. ഓക്കെ, ഇവിടെയും അലൗഡ് ആയിട്ട് വരും, ഇവിടെയും അലൗഡ് ബാൻഡാണ്. സോ ഇവിടെയും അലൗഡ് ബാൻഡാണ്. ഇത്ര ഈ ഒരു ഇവിടം മുതൽ ഇവിടം വരെ അത്രേ ഉള്ളൂ. ബാക്കി ഇതൊന്നും അലൗഡ് അല്ല. സോ ഇത്രയും അലൗഡ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ഓരോ ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലും ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഇവിടെ വന്നാലും ഇങ്ങോട്ട് കുറച്ചുണ്ട്, അത് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞാൽ വീണ്ടും ഡിസ്കണ്ടിന്യൂറ്റി. ഇവിടെ കുറച്ച് ഷേപ്പ്ലെസ് ആയിപ്പോയി. ഓക്കെ, ടെക്സ്റ്റിലെ ഫിഗർ അയച്ചു തരാം. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഡിസ്കണ്ടിന്യൂറ്റി, ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അതൊക്കെ ഫോർബിഡൻ ആണ്. സോ ഡിസ്കണ്ടിന്യൂറ്റി, ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുന്നത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൽഫയെ പൈയിലെത്തുമ്പോഴാണ്. ഇവിടെ ആൽഫയെ പൈയിലെത്തുമ്പോഴത്തേക്ക് എന്താ വേവ് എടുത്ത് ഇങ്ങനെയോടെ വന്ന് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. സോ ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ആൽഫ എ ഇസിക്വൾ ടു പൈ എന്ന് പറഞ്ഞാൽ കോസ് കെ എ, ആ ഒരു ടേം പി ഇസിക്വൾ ടു ആ പി എന്ന് പറഞ്ഞ ടേം, പി അല്ല ഈ ഒരു ടേം ഫുള്ള് -1 ആയിപ്പോവും. അതായത് കോസ് കെ എ ആണല്ലോ, കോസ് കെ എ ഈക്വൽ ടു ആണ് കേട്ടോ, കോസ് കെ എ ഈക്വൽ ടു -1 ആയിപ്പോവും. ഓക്കെ, കോസ് കെ എ -1 എങ്കിൽ കെ എ +or- പൈ ആണ്. സെക്കൻഡ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് കെ എ ഈക്വൽ ടു +1 വരുമ്പോഴാണ് കേട്ടോ, +1 ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് അടുത്ത ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് +1 വരുമ്പോഴത്തേക്കും കെ എ എന്ന് പറഞ്ഞാൽ 2π ആണ്. ഓക്കെ, കോസ് 2π ആണ്, +1 പോസിറ്റീവ് 1. ആൻഡ് അതുപോലെ എല്ലാ മൾട്ടിപ്പിൾസും കെ എസ് ഇക്വൽ ടു +π +±π +±2π +-3π. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കെ ഇസ് ഇക്വൽ ടു +±π/a +-2π/a +-3π/a. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എനർജി വേഴ്സസ് കെ ഗ്രാഫ് നോക്കാം. ഇതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് കഴിഞ്ഞു. ഗ്രാഫ് ലാസ്റ്റ് എന്തായാലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അലൗഡ് ബാൻഡ് എനർജി, ഇതാണ് ഈ ഒരു ബാൻഡ്. അതിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും നേരത്തെ സെമി കണ്ടക്ടേഴ്സിലൊക്കെ എങ്ങനെയാണ് എനർജി ബാൻഡ് ഗ്യാപ്പൊക്കെ വരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതുവഴിയാണ് ഗുഡ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഇതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു ബാൻഡ് ഗ്യാപ്പൊക്കെ വരുന്നത്, ഇവിടെ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ റീജിയൻ വരുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാലേ നടക്കുള്ളൂ. സോ ഇവിടെ വരുന്ന നമ്മൾ പറഞ്ഞു π/a +or-π/a +-2π/a, അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഡിസ്കണ്ടിന്യൂറ്റീസ് വരുന്നതെന്ന് പറഞ്ഞു. സോ ഇവിടെ ഈ ഒരു പരാബോളിക് ലൈക്ക് ഗ്രാഫ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ പിന്നെ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. കുറച്ച് ഡിസ്കണ്ടിന്യൂസ് കഴിഞ്ഞ് ഇവിടെ നിന്ന് മാത്രമേ ഗ്രാഫ് വരുള്ളൂ. സിമിലർലി അടുത്ത 2π/a എത്തുമ്പോഴത്തേക്കും വീണ്ടും ഡിസ്കണ്ടിന്യൂറ്റി വന്നു, ഇവിടെ ഗ്രാഫ് വന്നു. സിമിലർലി ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ, ഇത് ഈ കാണുന്നത് ഫുള്ള് അലൗഡ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഓക്കെ, ബട്ട് ഇവിടെ നോട്ട് അലൗഡ് ആണ്, ഇവിടെ ഫോർബിഡൻ റീജിയൻ ആണ്. ഈ താഴെയും ഫോർബിഡൻ റീജിയൻ ആണ് കേട്ടോ. ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, സിമിലർലി ഇവിടെയും ഉണ്ട്. സോറി, ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, ഇത് ഫോർബിഡൻ റീജിയൻ ആണ്, എനർജി ഗ്യാപ്പാണ്. പക്ഷേ ഇവിടെ അലൗഡ് ആണ്, ഇവിടെ ഉണ്ട് അലൗഡ് ആണ്. ഈ വരച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് അലൗഡ്, ഈ ക്രോസ് ചെയ്തിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അലൗഡ് റീജിയൻസ് ആണ്. ആൻഡ് ദിസ് ഇടയ്ക്ക് വന്ന ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ക്രോണിക് പെല്ലി ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ മോഡലിന് ഫെയിലായി പോയി കഴിഞ്ഞാൽ ആ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ ചെയ്തത്. ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇനിയും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണ്ടെന്ന് ഓർത്തിട്ടാണ് കുറച്ചുകൂടി സിമ്പിളാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും കുറച്ചുകൂടി എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ബ്രില്യൻ സോണിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിനെ ഇത് ഫസ്റ്റ് ബ്രില്യൻ സോണായിട്ടൊക്കെ വരും. ഇത് ഇവിടെ ബാക്കിയുള്ളതുണ്ട്, ഇങ്ങനെ ഇത് ചെയ്തു പോകുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ വരച്ച് പോകുന്നുണ്ട്. ഇത് മാത്രം എടുത്തിട്ടാണ് ബ്രില്യൻ സോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിലേക്കൊന്നും കടക്കുന്നില്ല, നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.